ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ടിൽ ഒരു ഔട്ട്ലൈനാണ് ചെയ്യുന്നത്. ഇപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്, അപ്പം അതുകൊണ്ട് തന്നെ ഈശോയുടെ ഒരു ഫോട്ടോ വരയ്ക്കാമെന്ന് എനിക്ക് തോന്നി, അങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ഗ്രിഡ് ലൈൻസ് വരയ്ക്കുന്നത് ചെറുതായിട്ട് ഞാൻ ആദ്യം ഒന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഗ്രിഡ് ലൈൻസ് വരയ്ക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ വരച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കണ്ണിൻ്റെ ആ ഒരു ഭാഗത്തു നിന്നാണ് വരച്ച് തുടങ്ങുന്നത്. അപ്പോൾ കണ്ണ് വരുന്നത് ഏത് കോളത്തെങ്കിലും ആ കോളം ജസ്റ്റ് ഒന്ന് എണ്ണി നോക്കിയിട്ട് കറക്റ്റായിട്ട് ആ കോളത്തിൽ തന്നെ വരച്ച് പോവുക, തെറ്റി പോകാണ്ട്. അപ്പോൾ നമ്മൾ ഔട്ട്ലൈൻ ചെയ്യുമ്പോൾ ഏറ്റവും ലൈറ്റായിട്ട് ചെയ്യുക, കാരണം തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ലൈറ്റായിട്ടുള്ള പെൻസിൽ ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഞാനിപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടി കുറച്ച് തെളിച്ചം കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട് 2B പെൻസിൽ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പം ഇപ്പം ഏറ്റവും ലൈറ്റായിട്ടുള്ള പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കുക. HB പെൻസിലൊക്കെ ഉപയോഗിച്ചിട്ട് ഔട്ട്ലൈൻ ചെയ്താൽ മതി. പിന്നെ ഓരോരുത്തരും കമൻറ്റ് ചെയ്യുന്നത് ഞാൻ കാണാറുണ്ട്, അപ്പോൾ കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വലിയ താമസിയാതെ തന്നെ ചെയ്യാം. അപ്പോൾ നമ്മുടെ ചാനലിൽ 2-3 ഡ്രോയിങ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കളർ പെൻസിൽ ഉപയോഗിച്ചിട്ട്. അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കണമെങ്കിൽ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. കളർ പെൻസിൽ ഡ്രോയിങ് ചെയ്യാൻ നമുക്ക് ഈ ഒരു ഡ്രോ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സമയം നമുക്ക് വേണ്ടി വരുന്നുണ്ട്. അപ്പം നമുക്ക് സമയത്തിൻ്റെ ഒരു കുറവുകൊണ്ടൊക്കെയാണ് ഞാൻ കൂടുതലായിട്ടും ആ ഒരു കാര്യം ഒന്ന് ഒഴിവാക്കി വിടുന്നത്. അപ്പോൾ നമുക്ക് വലിയ താമസിയാതെ തന്നെ ചെയ്യാം. പിന്നെ നമ്മൾ കളർ പെൻസിൽ ഡ്രോയിങ്ങിൽ ഒരു ബിഗിനർ സ്റ്റേജ് തന്നെയാണ്, കാരണം നമ്മൾ കൂടുതലായിട്ടും ആ കാര്യത്തെ വെച്ച് പഠിച്ച് വരുന്നുള്ളൂ. അപ്പം ഓരോ ഡ്രോയിങ് ഞാൻ പറയാറുണ്ട്, നമ്മളൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യുന്നതാണ്. അപ്പം എത്രത്തോളം ശരിയായി വരും എന്നുള്ളത് നമുക്ക് ആ ഡ്രോയിങ് കംപ്ലീറ്റ് ആയാൽ മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പം എങ്കിലും നമുക്ക് കൂടുതലായൊരു കളർ പെൻസിൽ ഡ്രോയിങ് ഇനി ചെയ്യാം. അപ്പം നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം കൂടുതലായിട്ടും നിങ്ങൾക്ക് വായിക്കാൻ പറ്റിയ ഡ്രോയിങ്ങാണോ ഇഷ്ടം, അതോ കളർ പെൻസിൽ ഡ്രോയിങ്ങാണ് പഠിക്കാൻ താല്പര്യം എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക.
നമ്മുടെ ഔട്ട്ലൈൻ്റെ പാർട്ട് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് തെളിച്ചിട്ട് ഞാൻ വരച്ച് കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഈസി ആയിട്ട് വരയ്ക്കാവുന്നേ ഉള്ളൂ. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ആയിട്ട് മെസ്സേജ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. അതുപോലെ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക. പിന്നെ ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നിങ്ങൾക്ക് യൂസ് ആകുന്ന ഒരുപാട് ഡ്രോയിങ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഡ്രോയിങ് പഠിക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഡ്രോയിങ് പഠിക്കാൻ താല്പര്യം നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരിലേക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.